എല്ലാവർക്കും മലയാളി കപ്പിൾസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കുറേ പോരായ്മകളും തെറ്റുകളും ഒക്കെ കാണും. എല്ലാം നിങ്ങൾ പറഞ്ഞു തരണം. അതുപോലെ ഇത് വീഡിയോകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും പറയണം, നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രാവിലെ ഒരു 6:15 ആയിട്ടുണ്ടാകും. ആ സമയത്ത് ഞാൻ എഴുന്നേറ്റ് എൻ്റെ മുടിയിലെ ചെടിയൊക്കെ കളഞ്ഞ് ഒരു 10 മിനിറ്റ് വെറുതെ ഇരിക്കും. ഒന്നുകിൽ പത്രം വായിക്കും, അല്ലെങ്കിൽ കാപ്പി കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. ഇനി പത്രം മിക്കവാറും നേരത്തെ വരത്തില്ല, വരുവാണെങ്കിൽ വായിക്കും, അല്ല പിന്നെയായിരിക്കും വായിക്കുന്നത്. ഇപ്പോൾ രാവിലെ വന്നുകൊണ്ട് അത് വായിച്ചു. രാവിലെ പിന്നെ അടുക്കളയിൽ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പം രാവിലെ അനിയന് ഇന്ന് പോകണം, അതുകൊണ്ട് തന്നെ കൂട്ടാൻ പുതിയ എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഞങ്ങൾ ഇപ്പോൾ ഒരു 8 മണി സമയമായിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ നമ്മൾ കഴിക്കുന്ന ടൈമിലാണ് നമ്മൾ ചായയും കുടിക്കുന്നത്. ചായ എത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ന് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി സാമ്പാറുമാണ്. അപ്പോൾ ഇഡ്ഡലി ഒരേ സമയത്ത് തന്നെ നമ്മൾ വേവിക്കുന്നുണ്ട്. പറഞ്ഞല്ലോ, കൂട്ടാൻ എല്ലാം കൂടെ ഗ്യാസിലായതുകൊണ്ട് നമ്മൾ അടുപ്പിലാണ് ചോറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ ഇഡ്ഡലി ഓരോരോ സെറ്റായിട്ട് എടുക്കുകയാണ്. ഓരോരുത്തർക്കും പോകുന്നതിനനുസരിച്ച് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പം ഇഡ്ഡലി ഇവിടെ റെഡിയാവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പെരക്കൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി എടുക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണും. രാവിലെ ഭയങ്കര ബിസിയാണ്. ചേട്ടനിന്ന് അവധിയാ, അനിയന് ജോലിക്ക് പോകണം. അപ്പോൾ പിന്നെ രാവിലെ വീഡിയോ എടുത്തുകൊണ്ടുള്ള പരിപാടിയൊന്നും നടക്കത്തില്ല. എന്നാലും എനിക്ക് കാണിക്കാൻ പറ്റുന്നതൊക്കെ അങ്ങൊന്നും ഇങ്ങൊന്നും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇന്നൊരു ഷൂട്ടിംഗ് ഉണ്ട്. ഞങ്ങളുടെ ഒരു മിനി വെബ് സീരീസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ചെറിയ ഷൂട്ടിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അതിന് മുമ്പ് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. അതിന് മുമ്പ് കൂട്ടാനെല്ലാം സെറ്റ് ചെയ്യണം, ഉച്ചക്കത്തേക്ക് കുളിക്കണം, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. എഴുന്നേറ്റം തോന്നും. ഇതുവരെ എഴുന്നേറ്റില്ലായിരുന്നു. 9:15 എഴുന്നേറ്റ് ഒരാൾ വരുന്നുണ്ട്. തിരിച്ചു പോയി ഒരുങ്ങിയിട്ട് ഇപ്പൊ വരുന്നതായിരിക്കും. ഉറക്കപ്പീച്ച് വന്ന ആള് ഇപ്പൊ ഒരുങ്ങിയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ബിസിയാണ്. ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് ശനിയാഴ്ചയാണ്, ചേട്ടനെന്ന് അവധിയാ. എന്ത് ചെയ്യുന്നു നോക്കട്ടെ. ഇവിടെ ഒരാളെ പല്ല് തേപ്പും ഫോണിനകത്ത് ഭയങ്കര വാട്സാപ്പിനകത്ത് വോയിസ് റെക്കോർഡ് അയക്കലും ഒക്കെയാണ് പരിപാടികൾ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങുന്നതാണ് ഈ ഫോണിനകത്ത്. ഇത് പലരും കാണിച്ചു തരണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യമാണ്. കണ്ടോ, ഫോൺ എടുത്തുകൊണ്ടല്ലാതെ എഴുന്നേൽക്കുമ്പോൾ ഫോണാണ് വേണ്ടത്. ഇങ്ങോട്ട് നോക്ക്, നോക്കാൻ തിരിഞ്ഞ് കളിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കാൻ. ഇത് ഞങ്ങളുടെ വല്യമ്മയാണ്. പല്ല് തേക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അയ്യത്തൂടെ നടന്നിട്ട് അതിനിടയ്ക്ക് എന്തൊക്കെ പരിപാടികളാണ് നോക്കണം. ആ കണ്ണ് പോകുന്നത് താഴെ അയ്യത്ത് വല്ല തേങ്ങയോ ചക്കയോ മാങ്ങയോ കിടപ്പുണ്ടോ എന്ന് നോക്കുക. രാവിലെയുള്ള ജോലിയാ. കഴിവതും ഓൺ വോയിസ് ഇടാത്ത. ഇതുപോലെ ഭയങ്കര ചീവീടിന് താഴെയൊക്കെ മരം ഒത്തിരി ഉള്ളതുകൊണ്ട് ചീവീടിൻ്റെ സൗണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ചേട്ടനിപ്പോൾ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് നമ്മളിപ്പോൾ ദോശയും കൂടെ ചൂടാൻ പോവുകയാണ്. ഇവിടെ ദോശ ഇഡ്ഡലി എല്ലാം ഒരുമിച്ച് വേണം. അതുകൊണ്ട് അതേ മാവ് വെച്ച് തന്നെയാണ് ദോശയും കൂടെ ചുട്ടെടുക്കുകയാണ്. എഴുന്നേൽക്കുമ്പോൾ ചൂടോടെ വേണം, അതുകൊണ്ടാണ് ആ സമയമാകുമ്പോഴേ നമ്മൾ ചുടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ദോശ നമ്മൾ ചുട്ടെടുത്തിട്ട് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ദോശയും ഇഡ്ഡലിയും മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. അല്ലാതെ ഇഡ്ഡലി ഒറ്റയ്ക്കും ദോശ ഒറ്റയ്ക്കും അങ്ങനെ കഴിക്കത്തില്ല, എല്ലാം കൂടി മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത പരിപാടിക്ക് പോകണം. കാരണം പറഞ്ഞല്ലോ, നമ്മൾ ഇന്നൊരു ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ ആ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ജോലിയൊക്കെ പെട്ടെന്ന് തീർത്താലേ വരത്തുള്ളൂ. പിന്നെ അമ്മയുണ്ട് അടുക്കളയിൽ, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് 2 പേര് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ എടുത്ത് കാണിക്കാനൊന്നും ഓരോന്നായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. ഇനി അങ്ങനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ.
കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചണൊക്കെ നമ്മൾ നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്തു. രാവിലത്തേത് കഴിഞ്ഞിട്ടുള്ള ഇതാണ്. പിന്നെ നമ്മളിവിടെ കുടിക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ കിച്ചണൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് അടുത്ത ഉച്ചക്കത്തേക്കുള്ള ഒരു പരിപാടിക്ക് തുടങ്ങുന്നത്. അപ്പം ജസ്റ്റ് സിങ്കൊക്കെ ഒന്ന് തുടച്ച് സ്റ്റൗവും പിന്നെ അടുപ്പും അവിടെയെല്ലാം ഒന്ന് ജസ്റ്റ് വെള്ളം കൊണ്ടൊന്ന് തുടച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി കൂട്ടാനൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കണം. അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയി. സ്പീഡ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ ഷൂട്ടിങ്ങിനുള്ള വെള്ളത്തിനിടെ സ്പീഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കാണിച്ചില്ല. അതും ഇതിനിടയ്ക്ക് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത് ഇത് വേവിക്കുന്നതിന് മുമ്പായിട്ട് അമ്മ താഴേന്ന് ചക്കപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിപ്പം അമ്മയോടെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ചക്കപ്പഴം തിന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്ക് ചക്കപ്പഴം ഇങ്ങനെ നമ്മൾ എടുത്ത് പാത്രത്തിലാക്കി നമ്മളിനി കഴിക്കാൻ പോവാണ്. അടിപൊളി വരിക്കച്ചക്ക. ചക്കപ്പഴം തിന്നുന്നതൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ലാഗായിപ്പോൾ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പം രാവിലത്തെ ഏകദേശ പരിപാടികൾ ഇതൊക്കെയായിരുന്നു. ഒരു 10-11 വരെ. ലൈറ്റ് ആ സൈഡിൽ ഇരിക്കുന്നത് കേട്ടോ, നമ്മൾ മറ്റേ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്. വേണ്ട അവിയലിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള അരപ്പിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയൊക്കെ അവസാനം ചേർക്കണ്ടേ, അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂഞ്ഞെടുത്തുനിന്ന് മെഴുക്കുവരട്ടി പോലെ ആക്കിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കൂഞ്ഞും ഒരു 3-4 ചക്കക്കുരുവും പിന്നെ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്തിട്ട് മഞ്ഞളും ഉപ്പും മുളകും മസാലയും ചേർത്തൊന്ന് വേവിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് നമുക്ക് എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം അത് ഇനി ചെയ്യണം. പിന്നെ സാമ്പാർ ഓൾറെഡി നമ്മൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പയറുതോരനുണ്ട്, അവിയലുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ ഇന്ന് ഊണ് സെറ്റാണ്. അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഹെയർ മാസ്ക് അല്ല, ഞാനൊരു റെമഡി, ഒരു സൊല്യൂഷനാണ് പറയുന്നത്. ഇത് മുടിക്ക് നല്ലതാണ്. നല്ലതായിട്ട് മുടിയുടെ ഹെയർ ഫോള് നിങ്ങളത് എന്നും ചെയ്യണം. അതുപോലെ മുടി കെയർ ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ നല്ലപോലെ ആശ്വാസം ഉണ്ടാകും. എന്നിട്ട് ഞാനൊരു 3 തണ്ടോളം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 ചുമന്നുള്ളി. ഇപ്പോൾ ചുമന്നുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സവാള എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതാണ് ഇച്ചിരി കൂടെ എഫക്റ്റ് ചെയ്യും. അപ്പം ഞാനിവിടെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് താരൻ്റെ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ദിവസം മുന്നേ ഇച്ചിരി ഉലുവ വെള്ളത്തിലിട്ടിട്ട് അതും ഇതിൻ്റെ കൂടെ അരച്ചെടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ഇനിയും ഞാനിവിടെ ഒരു 2 നെല്ലിക്ക, നല്ല ഫ്ലഷ് ഉള്ള നെല്ലിക്കയായിരുന്നു. അപ്പോൾ അത് 2 എടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂട്ടത്തിൽ കറക്റ്റ് ഞാൻ സെയിം അളവിലെടുത്തത്. കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ നീരെടുത്തിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ തലേന്ന് താഴോട്ട് ഇറങ്ങും, പനി പിടിക്കുക അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നീരായിട്ട് എടുക്കണ്ട, ജസ്റ്റ് അതൊന്ന് തലയിൽ തേച്ചാൽ മതിയാവും അരച്ച് കഴിഞ്ഞിട്ടുള്ളത്. അപ്പം തേക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മുടിയെ ചിലപ്പോൾ പൊടിയിരിക്കും, പോകാനൊരു ഇച്ചിരി താമസമായിരിക്കും. അപ്പം നമുക്കിതൊന്ന് പെട്ടെന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇത് ചെറിയതായിട്ട് ഒന്ന് അരച്ചെടുക്കാം, നല്ലപോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് കാണിക്കാം. അരച്ചെടുക്കട്ടെ. ഇപ്പോൾ അരച്ച് കഴിഞ്ഞിട്ട് ഞാനിത് പറഞ്ഞല്ലോ, നീര് പോലെ എടുക്കുക. എനിക്ക് മുടിക്കിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഞാൻ അള്ളിപ്പറിക്കാൻ പോകണം. അതുകൊണ്ട് ഞാൻ എൻ്റെ നീര് മാത്രം ജസ്റ്റ് ഒന്ന് തലയൊട്ടിയിലൊന്ന് നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കത്തേ ഉള്ളൂ. ഇതുപോലുള്ള ഹെയർ മാസ്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഹെയർ മാസ്കിൻ്റെ വീഡിയോകൾ ചെയ്യാം, ഓരോന്നിൻ്റെ യൂസ് പറഞ്ഞു തന്നെ ചെയ്യാം. അപ്പോൾ ഇതിപ്പം തേച്ച് ഞാനൊന്ന് കുളിക്കാൻ പോവാണ്. എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ക്രിയേറ്റീവായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുക. നല്ല ഭംഗിയാണ് ചെടിയൊക്കെ. ഞാനിതുപോലെ ഓരോ തണ്ട് വെച്ചിട്ട് ഇതിനകത്ത് ഒടിച്ച് വെച്ചിട്ട് ഓരോ ചട്ടിക്കകത്ത് വെച്ച് കിളിപ്പിച്ചത്. എന്നിട്ട് ഒരു ചട്ടിക്കകത്തോട്ട് തന്നെ മാറ്റി ഇങ്ങനെ കിടക്കുന്ന ഇവിടെ ഒരു ക്ലിപ്പുകളുണ്ട്. ഞാനത് ക്രിയേറ്റ് ചെയ്യണമെന്ന് ക്ലിപ്പ് സെറ്റ് ചെയ്ത് വെച്ചു. ഇതിൻ്റേത് നോക്കിയിട്ട് വെക്കാമെന്ന് വെച്ചിരുന്നതാണ്. നമ്മൾ അടുക്കളയുടെ സൈഡിലെല്ലാം ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചെടി റെഡി ആയിരിക്കുകയാണ്. ഇതെങ്ങനെ നിർമ്മിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചെടി ഞാൻ അപ്പച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഇങ്ങനെ ചെറിയ തണ്ടുകളായിട്ട് ഞാൻ കുറച്ചുകൂടെ മാറ്റി വെച്ച് ഇങ്ങനെ വളർത്തിയെടുത്തിട്ട് ഇതുപോലൊരു ചട്ടി എടുത്തു.
ചട്ടി വാങ്ങിച്ചു. ഇതുപോലെ പ്ലാസ്റ്റിക് ചട്ടി ഇട്ടു. 20 രൂപ 25 രൂപ ഉള്ളൂ. ഇതിനകത്ത് ചാണകപ്പൊടി, നമ്മുടെ തുണ്ടിൻ്റെ ചകിരി ഉണ്ടല്ലോ, ചകിരി പൊടിച്ചത്, കുത്തി അരിഞ്ഞ് പൊടിച്ചത്, പിന്നെ മണ്ണ്. ഇത് 1:1:1 എന്ന ക്രമത്തിൽ എടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് ചട്ടിയിൽ നിറച്ചിട്ട് ഇത് വെച്ച് കിളിപ്പിച്ചെടുക്കുന്നതാണ്. എന്നിട്ട് നമ്മുടെ ചൂണ്ടനൂലാണ് ഈ കെട്ടിയേക്കുന്നത്. ചൂണ്ടനൂല് ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കൊല പോലെ ഇങ്ങനെ താപ്പോട്ട് കിടക്കും. അങ്ങനെ കിടന്നു കഴിയുമ്പോൾ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചട്ടിയും ഇതിങ്ങനെ ചെടി ഇങ്ങനെ താപ്പോട്ട് കിടക്കുന്നത് മാത്രമേ കാണത്തുള്ളൂ. അടിപൊളിയായിരിക്കും. ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാ, പിന്നെ ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പിന്നെ ഇവിടെ വന്ന് ഈ എടുത്തപ്പോൾ നിങ്ങളോട് അങ്ങ് പറഞ്ഞത്. ഇതിനി നല്ലോണം വളർന്നു കഴിഞ്ഞിട്ട് നിങ്ങളെ വേറൊരു വീഡിയോ കാണിക്കാം. ഇങ്ങനെ വെള്ളം ഒഴിക്കത്തക്ക ഒരു കളത്തിരത്തിൽ നമ്മളിപ്പോൾ ഇത് തൂക്കിയിട്ടിരിക്കുക. വെള്ളം ഒഴിക്കാൻ ഇതാകുമ്പോൾ നല്ല സൗകര്യം. നമുക്ക് അവിടെ നിന്നാലും വെള്ളം ഒക്കെ ഇങ്ങനെ കിളിച്ചിങ്ങനെ കുറെ പോലെ താപ്പത്തി വന്നു. അപ്പം ഞങ്ങൾ ഇനി ഒരു വീഡിയോയുടെ ഷൂട്ടിങ്ങിന് പോവാണ്. അപ്പം എന്തായാലും ആ വീഡിയോ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ ഡേ ഇൻ മൈ ലൈഫ് കാണുന്നത്. അപ്പം ആ വീഡിയോയ്ക്ക് സപ്പോർട്ടൊക്കെ വേണം. ഞങ്ങളിപ്പോൾ ഉച്ച കഴിഞ്ഞ് ചെറിയൊരു ഷൂട്ടിങ് പാർട്ട് 4 3 പാർട്ടുകൾ ഞങ്ങളായിട്ട് എടുത്ത് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ വെബ് സീരീസ് ഒരു 3 എണ്ണം എടുത്തിട്ടിട്ടുണ്ട്. നിങ്ങൾ കാണണം കേട്ടോ. പിന്നെ അതിൻ്റെ 4ാമത്തെ പാർട്ട് ഞങ്ങൾ ഇന്ന് എടുക്കാമെന്ന് വെച്ചു. ഇപ്പോൾ ഇന്ന് അവധിയല്ലേ, വീട്ടിലുണ്ടല്ലോ. അപ്പം നാളെ, ഇന്ന് ശനി, നാളെ ഞായറാഴ്ച 2 ദിവസം അടിച്ച് പൊളിക്കാന്നുള്ള രീതിയാണ് ഞങ്ങൾ. തകർക്കാം. ഫുൾ എഡിറ്റിങ്ങും എല്ലാം കിടപ്പുണ്ട്. എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്, സമയമില്ല എഡിറ്റ് ചെയ്യാൻ. അതാണ് വിഷയം. നമുക്കിനി ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിന് മുമ്പ് ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ കാണിച്ചു തരാം. സമയമില്ല, നിന്ന് കഴിക്കുക. നോക്കി പെട്ടെന്ന് കഴിച്ചിട്ട് പോവാ, അടുത്ത പരിപാടി. എനിക്കിഷ്ടമല്ല. ഇതാണ് എടുത്തോ. എനിക്ക് ചക്രം തിരിക്കും. എന്തൊക്കെയാണ് ഇത്? ചക്രം തിരിക്കണം. അഡ്ജസ്റ്റ് ചെയ്യണം. നോക്കട്ടെ. നിനക്ക് എന്നാത്തിന്റെ ദീനമായിരുന്നോ? നീ നിന്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞളിക്ക്. ഒരിടത്ത് കണ്ണ് സ്റ്റഡി ആക്കുക. ഇവിടെ നോക്കിയ പിന്നെ നിന്നെ നോക്കുന്ന ഒറ്റ കണ്ണല്ലോ. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റായി. രാത്രി ഒരു 7 മണിയോട് അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കോളിഫ്ലവർ മുറിച്ച് വെച്ചിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയും പിന്നെ കോൺഫ്ലോർ, ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, ടൊമാറ്റോ കെച്ചപ്പ് ഇത്രയും ചേർത്തൊരു മിക്സ്. നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ, ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കുവാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ നമ്മുടെ കോളിഫ്ലവർ ഉപ്പിട്ട് വേവിച്ചതുകൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പുറത്ത് നല്ല മഴയായിരുന്നു, അത് കാരണം ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ക്ഷമിക്കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ ഞാൻ സോയാ മഞ്ചൂരിയൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൽ സോയയ്ക്ക് പകരം ഇവിടെ കോളിഫ്ലവർ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ഇത്രയും വഴറ്റിയിട്ട് അതിനകത്തോട്ട് സവാള, തക്കാളി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് അതിനകത്തോട്ട് വേണ്ട സോസ് 4 സോസ് ഉണ്ടല്ലോ, ചില്ലി സോസ്, റെഡ് ചില്ലിയും ഗ്രീൻ ചില്ലിയും പിന്നെ ടൊമാറ്റോ സോസും പിന്നെ നമ്മുടെ സോയാ സോസും ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ തിളച്ച വെള്ളം, നല്ലപോലെ തിളച്ച വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കണം. ഈ വെള്ളം നമ്മൾ എത്ര ഒഴിച്ചാലും അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ നോക്കുക. ഉപ്പും സോസുകളും എല്ലാം പരുവാണെന്ന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഗോപിയും കൂടെ ചേർത്ത് കൊടുത്തു. നല്ലപോലെ വറുത്ത് ക്രിസ്പി ആയിട്ടിരിക്കും. അത് വറക്കുമ്പോൾ തന്നെ എല്ലാവരും എടുത്തുകൊണ്ട് പോകും, അത്ര ടേസ്റ്റിയാണ്. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് വെച്ച് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർക്കണം, സവാളയും ചേർത്തിട്ടുണ്ട്, പിന്നെ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്, പിന്നെ കുരുമുളക് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് വരുമ്പോഴേ നല്ലപോലെ ഒന്ന് കുറുകി വരും. നമ്മളിത് കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ പിന്നെയും കുറുകും. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ പെട്ടെന്ന് കുറുകണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ മിക്സ് ചേർത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇന്ന് രാത്രിയിൽ ഏട്ടനും അനിയനും ചപ്പാത്തിയാണ് കഴിക്കുന്നത്. എന്നിട്ട് നമ്മൾ ബാക്കി വെക്കും. നാളെ രാവിലെ നമ്മൾ ഇത് കറി തന്നെയാണ് എടുക്കുന്നത്. രാവിലെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരാൻ താമസമാവും, അതുകൊണ്ടാണ് തലേന്ന് ഉണ്ടാക്കി വെക്കുന്നത്. ഞാനും അമ്മയൊക്കെ ചോറാണ് കഴിക്കുന്നത്.
പിന്നെ മാക്സിമം ഈ ഡേ ഇൻ മൈ ലൈഫിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കും. ഞങ്ങൾ കഴിച്ചു. ഇനിയിപ്പം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിന്ന് ഷൂട്ട് കഴിഞ്ഞപ്പോഴേ നല്ലപോലെ ക്ഷീണിച്ചു. ചേട്ടൻ കഴിക്കുന്നതിന് ഞാൻ ഏതാണ്ട് പറയണം കേട്ടോ. ഞങ്ങൾ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ക്ഷീണിച്ചു. അതുകൊണ്ടാണ് ബാക്കിയൊന്നും ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇനിയുള്ള പരിപാടി എന്തെന്ന് ചോദിച്ചാൽ പാത്രം എല്ലാം കഴുകുക, കിടന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ഫോണിലൊക്കെ നോക്കും. പിന്നെ മെസ്സേജസ്, വാട്സപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കാണും, അത് ചെയ്യും. അത്രയ്ക്കേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാനങ്ങനെ സ്കിൻ കെയറും ഹെയർ കെയറും ഒന്നും ചെയ്യാറില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണും രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്ന കോലം കണ്ടപ്പോഴേ. അങ്ങനൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഇലവേളിയിലോട്ടൊന്നും ഇറങ്ങുന്നൊന്നുമില്ല. പെരക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. പിന്നെ അതുപോലെ ഇവിടെ അങ്ങനെ വെയിലടിക്കത്തില്ല. താഴെ കണ്ടൊക്കെയാണ്, നല്ല തണുത്ത ക്ലൈമറ്റാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങ് പോയി. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ ലൈക്ക് ബട്ടൺ അമർത്തണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതേപോലെ ഞങ്ങളുടെ മറ്റ് വീഡിയോസൊക്കെ കാണുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഞെക്കി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ നോട്ടിഫൈ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്തടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഡേ മൈ ലൈഫ് ഒക്കെ എടുത്തോണ്ടിരിക്കുവായിരുന്നു. ഷൂട്ടിങ് കഴിഞ്ഞത് ഇപ്പഴാ, സന്ധ്യയായി. ഞാൻ അപ്പോൾ നിങ്ങളുടെ ലിറ്റു മറ്റൊരു എപ്പിസോഡുമായിട്ട് വേറെ ദിവസത്തെ ഡേ മൈ ലൈഫുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ. യൂട്യൂബിലുള്ള കഴിയുന്ന പരിപാടി കഴിഞ്ഞില്ലേ?